നിറയുമ്പോൾ എന്നുള്ളം നീറുമ്പോൾ ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തു കൂടെയുണ്ടല്ലോ. വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കയില്ല എന്ന പദപ്രയോഗം. പാകിസ്ഥാനിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ കരമാർഗം നമുക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 6 മാസത്തിലധികമുള്ളൊരു പ്രോസസ്സ് മഴ പെയ്യാൻ സംഭവിക്കണം. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവ കൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവ കൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ നിറയുമ്പോൾ എന്നുള്ളം നീറുമ്പോൾ ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തു കൂടെയുണ്ടല്ലോ. എൻ കണ്ണുകൾ നിറയുമ്പോൾ എന്നുള്ളം നീറുമ്പോൾ ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തു കൂടെയുണ്ടല്ലോ. നിന്ദകളേറ്റു സ്വന്ത ബന്ധങ്ങൾ വിട്ടു എന്നെ മാനിപ്പാനേറ്റ പാടുകളോർത്താൻ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവ കൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവ കൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ജീവിതത്തിൽ നിരവധി നിരാശകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന ഒരു നിരാശ ജീവിതത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വൈകിപ്പോയി എന്നുള്ള നിരാശയാണ്. നടക്കേണ്ട സമയം കഴിഞ്ഞു, കാലം കടന്നുപോയി, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എനിക്കൊന്നും ലഭിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു നിരാശാബോധം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ദൈവത്തിൻ്റെ മറുപടിയെക്കുറിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ ജനത്തോട് പറയുന്ന ഒരു ഭാഗമാണ്. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഈ വചനഭാഗം പഠിച്ചപ്പോൾ എൻ്റെ അകത്ത് വളരെയധികം പ്രത്യാശ നിറഞ്ഞെങ്കിലും ഒരു ബലമുണ്ടായെങ്കിലും ഈ വചനത്തിനകത്ത് ഭാഷാപരമായി സാങ്കേതികമായി ഒരു പിഴവുള്ളതുപോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്താണ് ആ സാങ്കേതികപരമായ പിഴവ്? വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കയില്ല എന്ന പദപ്രയോഗം. കാരണം വൈകി എന്ന് പറഞ്ഞാലും താമസിച്ചു എന്ന് പറഞ്ഞാലും ഒറ്റ അർത്ഥമാണുള്ളത്. പക്ഷേ പ്രവാചകൻ പറയുന്നു വൈകിയാലും താമസിക്കയില്ല. അപ്പോൾ എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം? പ്രവാചകൻ എന്താണ് ഉദ്ദേശിച്ചത്? അതിൻ്റെ അർത്ഥം, പ്രവാചകന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് വൈകിയാലും താമസിക്കയില്ല എന്ന പദപ്രയോഗം നടത്തിയത്. എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് തനിക്കുള്ള ബോധ്യം? ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി വിശദമാക്കാം. ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ കരമാർഗം നമുക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കരമാർഗം യാത്ര ചെയ്യാൻ നമ്മളൊരു ട്രെയിനിനോ ബസ്സിനോ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് നമുക്ക് ലഭിക്കാതെ പോയി, ഇനി എത്ര ഓടിയാലും എത്തുകില്ല എന്ന് വരുന്നൊരു ഘട്ടത്തിൽ എല്ലാം മിസ്സായിപ്പോയി, ഇനി ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ മറ്റൊരു മാർഗമുണ്ടെന്ന് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനകത്തറിയാം. അത് ആകാശമാർഗം നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ആ ട്രെയിൻ മിസ്സായിടത്തു നിന്ന് 2 ദിവസത്തെ യാത്ര ഒരുപക്ഷെ 3-4 മണിക്കൂറിൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമ്മളിന്ന് കാത്തിരിക്കുന്ന നിരവധി വിഷയങ്ങളുടെ മറുപടി ഒരുപക്ഷെ താമസിച്ചിട്ടുണ്ടായിരിക്കാം, വൈകിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ വൈകിയാലും അത് താമസിക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതിൻ്റെ കാരണം അവന് ദൈവത്തിൻ്റെ വേഗതയെക്കുറിച്ച് ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ വഴിയുടെ വ്യത്യസ്തതയെക്കുറിച്ച് പ്രവാചകന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അതൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് അല്ല. വൈകിയാലും താമസിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വേഗതയെക്കുറിച്ച് പ്രവാചകന് ബോധ്യമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കർമ്മേലിൻ്റെ മലമുകളിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ നമ്മൾ കണ്ടില്ലേ? 7 തവണ പ്രാർത്ഥിച്ച് തൻ്റെ ബാല്യക്കാരനെ നോക്കാൻ പറഞ്ഞയക്കുമ്പോഴും 7 തവണയും ഒരു മേഘം പോലും താൻ കണ്ടിട്ടില്ല. 8-ാം തവണ പ്രവാചക ശിഷ്യൻ കടന്നു പോകുമ്പോഴാണ് വചനം പറയുന്നത്, മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നത് കണ്ടു. മനുഷ്യൻ്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങി വരുന്നുവെന്ന് പറയുമ്പോൾ മഴ എന്ന് ശാസ്ത്രപരമായി നാം പഠിച്ചാൽ അതൊരു സമുദ്രത്തിൽ നിന്ന് ചൂടടിച്ച് സൂര്യതാപമേറ്റ് ജലം നീരാവിയായി മുകളിലേക്ക് ഉയർന്ന് അത് മേഘമായി അത് ഘനീഭവിച്ച് കാറ്റിൻ്റെ സ്വാധീനം കൊണ്ടാണ് മഴ പെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞത് 6 മാസത്തിലധികമുള്ളൊരു പ്രോസസ്സ് മഴ പെയ്യാൻ സംഭവിക്കണം. പക്ഷേ 7 മിനിറ്റ് താൻ ആകാശത്ത് കാണാത്ത മേഘം 8-ാമത്തെ മിനിറ്റിൽ 8-ാമത്തെ നോട്ടത്തിൽ ആകാശത്ത് കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ കൈ പോലൊരു മേഘം സമുദ്രത്തിൽ നിന്ന് പൊങ്ങുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് വായനയിൽ മനസ്സിലായത് സമുദ്രത്തിൽ നിന്ന് സാധാരണയായി പൊങ്ങേണ്ടത് നീരാവിയാണ്, അതിനുശേഷമാണ് ഉയരത്തിലാണത് മേഘമായി പരിണമിക്കേണ്ടത്. പക്ഷേ അവൻ കാണുന്നത് സമുദ്രത്തിൽ നിന്നേ ഒരു മേഘം പൊങ്ങി വരുന്നതാണ് കാണുന്നത്. ഞാൻ പറയുന്നത് 6 മാസം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിനെ അടുത്ത മണിക്കൂറിൽ പെയ്തിറങ്ങേണ്ട മേഘമായി ദൈവം ആ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ വൈകിയെന്ന് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുടെ മുൻപിലും നാം വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു വൈകിയാലും അത് താമസിക്കുകയില്ല. നാളുകൾ കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിനെ മണിക്കൂറിനകത്ത് ചെയ്തെടുക്കാൻ കഴിയുന്നൊരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഇതേ ചോദ്യം
നമുക്ക് യോസെഫിനോട് ചോദിക്കാം, എത്ര നാളായി നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ ഈ കാരാഗ്രഹത്തിലും ഈ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലുമായി നീ ഇങ്ങനെ ഉഴഞ്ഞു നടക്കുന്നു? പക്ഷേ അവന് പറയാനുള്ളൊരു മറുപടി, ഒറ്റ രാത്രിയിലെ 2 സ്വപ്നത്തിൻ്റെ വേഗതയിൽ എൻ്റെ ദർശനം നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരുപാട് നിരാശ കാണും. നടക്കേണ്ട കാര്യങ്ങളൊക്കെ വൈകിപ്പോയി, ഒരുപാട് താമസിച്ചു പോയി. പക്ഷേ വചനം പറയുന്നു, വൈകിയാലും അത് താമസിക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വേഗത ഇതിന് നടുവിലുണ്ട്. ദൈവത്തിൻ്റെ വേഗത നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ പോകുന്നു. ഇന്ന് ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങൾ ഈ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വൈകിയ നിരവധി വിഷയങ്ങളുടെ അകത്ത്, നിരാശപ്പെട്ട് ഇനി നടക്കില്ല എന്നും വിധി എഴുതിയ വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വേഗത ഇടപെട്ടാൽ വൈകിയതൊന്നും താമസിക്കില്ലെന്ന് ഈ സന്ദേശത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരിക്കൽ കൂടെ നിങ്ങൾ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം മുറുകെ പിടിച്ച് ഉറപ്പോടെ, ധൈര്യത്തോടെ മുന്നോട്ട് വരാം. വൈകി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും ദൈവത്തിൻ്റെ വേഗത എൻ്റെ വിഷയങ്ങളുടെ അകത്തിടപെടും. വേഗത്തിൽ കർത്താവ് പരിഹരിക്കുമ്പോൾ, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, വൈകിയാലും അത് താമസിക്കില്ല. സമയത്തിന് മുൻപേ മറുപടി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് നമുക്ക് ആമേൻ പറയാം.